ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നാം കഴിഞ്ഞ പല അവസരങ്ങളിലായിട്ട് ചിന്തിച്ചു തുടങ്ങിയ വിഷയം സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം. നമുക്ക് പല കാര്യങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമുക്ക് സ്വന്തം അഭിപ്രായപ്രകാരം പലതും ചെയ്യാൻ സാധിക്കും. സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമാകാതിരുന്നാൽ മാത്രം മതി. ശരിയായ സ്വാതന്ത്ര്യം നല്ല സ്നേഹവും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം, അതാണ് സ്വാതന്ത്ര്യം. വേദപുസ്തകത്തിൽ ഗലാത്യലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് നാം ആ വാക്യം ആദ്യം കണ്ടത്. അതുകൂടി ഒന്ന് വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നാം വചനം ധാരാളം കേൾക്കുന്നവരാണ്, അതൊരു ഭാഗ്യമാണ്. പക്ഷേ ഇന്നും പല ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയിട്ടില്ല, സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ദേഷ്യം, അത് നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭീകര പിശാചാണ്. അതൊരു ഭയങ്കരനായ സാത്താൻ്റെ മഹാഭയാനകമായ കെടുതിയാണ് ദേഷ്യം. കോപം ഉണ്ടാകുന്നു. ചിലപ്പോൾ കോപിക്കേണ്ട കാര്യം വന്നിട്ടാകാം, ചിലപ്പോൾ അങ്ങനെ പ്രത്യേക കോപത്തിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുകയില്ല, കോപിക്കേണ്ട ആവശ്യം അതിനുള്ളതായ ചാൻസ് ഇല്ലായിരിക്കും. എങ്കിൽ പോലും ഇന്ന് കോപം നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്നു. കോപം, അതുപോലെ തന്നെയാണ് വാശി, ദുശ്ശാഠ്യം, ഈർഷ്യ, മുഷിച്ചിൽ. നാം പുറമേ മദ്യപാനമോ അല്ലെങ്കിൽ കൊലപാതകമോ കവർച്ചയോ മോഷണമോ ചീത്ത കൂട്ടുകെട്ടുകളോ ചീത്ത ശീലങ്ങളോ ഒന്നും ഇല്ലാത്തവരായിരിക്കാം. പക്ഷേ നാം അനേകം തിന്മ സ്വഭാവങ്ങൾക്ക് അടിമകളാണ്. സ്വാതന്ത്ര്യം നമുക്ക് വേണം. നമുക്ക് സ്വാതന്ത്ര്യം, പാപത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം അത് വേണമെന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് തരും. വാസ്തവമായി ആഗ്രഹിച്ചാൽ, എനിക്ക് ഇന്ന പാപമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എന്നെ നശിപ്പിക്കാൻ പിശാച് കൂടുകെട്ടിയിരിക്കുന്നതായ ഒരു പാപം എൻ്റെ ഹൃദയത്തിലുണ്ട്, പിശാചോടെ കൂടുകൂട്ടിയിരിക്കുകയാണ്. കർത്താവ്, എൻ്റെ ഈ ദുസ്വഭാവത്തിൽ നിന്ന് എനിക്ക് മോചനം തരണമേ എന്നുള്ള നിലവിളി നമുക്ക് വന്നാൽ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം കിട്ടും. കഠിനമായി കോപിക്കുന്ന മനുഷ്യൻ ശാന്ത സ്വഭാവമുള്ളവനായി തീരും. എന്നും വഴക്കുണ്ടാക്കുന്നയാൾ വഴക്കുണ്ടാക്കില്ല എന്ന് മാത്രമല്ല, സ്നേഹം മാത്രം ചൊരിയുന്ന അനുഗ്രഹീതമായ കുടുംബജീവിതത്തിൽ അവകാശിയായി തീരും. നമ്മുടെ പലരുടെയും കുടുംബങ്ങൾ വാസ്തവത്തിൽ ഭിന്നതയുള്ള കുടുംബങ്ങളാണ്. അകത്ത് സ്വൈര്യമില്ല, ഉള്ളിൽ അക്കച്ചിക്കലുകളും മുഷിച്ചിലുകളും പരിഭവങ്ങളും പരാതികളും എല്ലാം ഉണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പലപ്പോഴും നാം ഈർഷ്യപ്പെടുകയും മുഷിയുകയും ചെയ്യാറുണ്ട്. അതിന് കാരണം പിശാച് നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ്. പിശാച് നമ്മളെ കെട്ടിയിട്ടിരിക്കുന്നു. അവൻ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം ഇല്ല. സാത്താൻ്റെ അടിമയായിരിക്കുന്നതുകൊണ്ടാണ് നാം പാപം ചെയ്തു പോകുന്നത്. പ്രകടമായ മഹാഭാവം പോകുന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ കൂട്ടായ്മയിലിരുന്ന അനേകം ആളുകളും മദ്യപാനം വിട്ടവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മുടെ കൂട്ടായ്മയിലിരുന്ന അനേകം ആളുകളും പ്രകടമായ കവർച്ചയ്ക്കോ കൊലപാതകത്തിനോ മോഷണത്തിനോ അങ്ങനെ പോകുന്നവരല്ല. നമ്മുടെ കൂട്ടായ്മയിലിരുന്ന അനേകം ആളുകളും പ്രാർത്ഥിക്കുകയും വേദവസ്തം വായിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ അകത്തുള്ളതായ ചില ദുഷ്ടശക്തികൾ, നമ്മുടെ ജീവിതത്തെ തകർക്കാൻ പിശാച് ഒരുക്കി വച്ചിരിക്കുന്ന ശക്തികൾ, ദുരാത്മാക്കൾ ഉള്ളത് കൊണ്ട് അനേകരും അവൻ്റെ കൈക്കീഴിലാണ്, അവൻ്റെ അടിമത്തത്തിലാണ്. അടിമത്തം. യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആന്തരികമായ സ്വാതന്ത്ര്യമാണ്. അകത്ത്, നമ്മുടെ അകത്തുള്ളതായ തിന്മയിൽ സ്വാതന്ത്ര്യം കിട്ടണം. ഇന്ന് അനേകരും ഇന്ന് പിശാച് പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അവന് നല്ല സൗകര്യം കിട്ടുമ്പോൾ അനേകരെയും ഇങ്ങനെ ഞെരുക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ബാംഗ്ലൂരിനും ഹൈദരാബാദിനും ഇടയ്ക്കൊരു നാഷണൽ ഹൈവേ ഉണ്ട്. ആ ഹൈവേയുടെ ഒരു ഭാഗത്ത് വലിയ വിശാലമായ ഒരു വന്യമൃഗ സങ്കേതമുണ്ട്. വലിയൊരു വനമാണ്. എല്ലാത്തരം ജീവികളും മൃഗജാലങ്ങളെല്ലാം ഉണ്ട്. സിംഹം, പുള്ളിപ്പുലി, കരടി, കടുവ,
തുടങ്ങിയുള്ള ജീവികൾ, ചെന്നായി എല്ലാം ഉണ്ട്. അത് നല്ലപോലെ ബന്ദോബസ്ത് ചെയ്ത ഒരു പാർക്കാണ്. അതിന് ചുറ്റും നല്ല ഉയരത്തിൽ നല്ല ശക്തമായി നല്ല വേലി കെട്ടിയിട്ടുണ്ട്, ഇരുമ്പ് വേലി കെട്ടിയിട്ടുണ്ട്. ആർക്കും അതിൻ്റെ ഇത് കടക്കാൻ പറ്റുകയില്ല. എന്നാൽ ഈ ടൂറിസ്റ്റുകൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഈ മൃഗങ്ങളെ അടുത്ത് കാണാൻ ഒരവസരമുണ്ട്. അവിടെ ഒരു പ്രത്യേക വാഹനമുണ്ട്, കവചിത വാഹനമാണ്. ആ വാഹനത്തിൽ പോയാൽ തൊട്ടടുത്ത് ഈ മൃഗങ്ങളെ കാണാം. അത് ഓരോ ദിവസവും വരുന്ന ടൂറിസ്റ്റുകൾ അത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവർ പോകും. അവർ പോയി ഈ മൃഗങ്ങളെ കണ്ട് രസിച്ച് അവർ വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരും. ഒരു ദിവസം ഒരു കൂട്ടം ടൂറിസ്റ്റുകൾ അവിടെ ചെന്നു. പക്ഷെ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വാഹനം വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞു, വേറൊരു പാർട്ടി കൊണ്ടുപോയി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ചുമതലപ്പെട്ടയാൾ പറഞ്ഞു, വാഹനം പോയി കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി ഇന്ന് കിട്ടുകയില്ല, വൈകുന്നേരമായിട്ടേ വരുള്ളൂ. അല്ല, ഞങ്ങളുടെ വാഹനം നല്ല കവചിത വാഹനമാണ്, ഞങ്ങൾ വന്ന ബസ് വളരെ നല്ല ബസ്സാണ്, അതിൽ ഗ്ലാസ് ഇട്ട് നല്ലപോലെ കാണാൻ സൗകര്യമുണ്ട്, അതിൽ ആർക്കും ഒരു ജീവിക്കും കടന്നു വരാൻ സാധിക്കില്ല, ഒരു കാരണവശാലും ഒരു കേട് പറ്റുകയില്ല, അനുവദിക്കാമെങ്കിൽ ഞങ്ങളിത് കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ സൂക്ഷിപ്പുകാരനത് അനുവദിച്ചു. അവർ നല്ല മനോഹരമായ നല്ല കരുത്തുള്ള ആ വാഹനത്തിൽ കയറി പോവുകയാണ്. കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം ടൂറിസ്റ്റുകളാണ്, മൃഗങ്ങൾ കാണാൻ വേണ്ടി വന്നതാണ്. പോയി കുറേ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും കടുവകൾ ഇങ്ങനെ മേഞ്ഞ് കിടക്കുന്നു, നല്ല രസം കാണാൻ. പിള്ളേരൊക്കെ ഇന്ന് ആർപ്പ് വിളിക്കുകയാണ്, കാരണം ഒരു പേടിക്കാനില്ല, കാരണം എല്ലാം ഗ്ലാസ് ചുറ്റിയിട്ടുണ്ട്. കുറേ കൂടി ചെന്നപ്പോഴേക്കും സിംഹങ്ങൾ, പുള്ളിപ്പുലികൾ ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ട് വരികയാണ്. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആരോ പറഞ്ഞു, നോക്കോട്ട് നിർത്താം, ഇതിനെ കണ്ടിട്ട് പോകാം, ശരിക്കും കാണാം. നിർത്തിയിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തോടടുത്തൊരു കടുവ ഇങ്ങനെ മണത്ത് വരുന്നു. തൊട്ടടുത്ത് കാണാം, ഒരു ഗ്ലാസിൻ്റെ അകലല്ലേ ഉള്ളൂ. എല്ലാവർക്കും വലിയ സന്തോഷമായി, അപകടം ഉണ്ടാവില്ല, കാരണം ഈ ഗ്ലാസിൻ്റെ ജനലുകൾ ഉള്ളതുകൊണ്ട് ഒട്ടും പേടിക്കാനില്ല. ഒരു മുത്തച്ഛൻ്റെ മടിയിൽ ഒരു കൊച്ചുകുട്ടി, ആൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. അവനങ്ങനെ രസിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവിചാരിതമായിട്ട് കടുവ ചാടി ഒരടി അടിച്ചു ഈ ഗ്ലാസ്സിലേക്ക്. ഗ്ലാസ് പൊട്ടി. പെട്ടെന്ന് ആ കടുവ ഈ കുട്ടിയെ കടിച്ചുകൊണ്ട് കടുവ പുറത്തേക്ക് പോയി. ഒരു ധൃതിയില്ലാതെ പയ്യെ കടുവ പോവുകയാണ്. കുട്ടിയെ വിളിച്ചത്, കുട്ടി ഇങ്ങനെ കരയുകയാണ്. അന്ന് കുട്ടി വിളിച്ചത്, ഞാൻ വായിച്ചത് ദീദി എന്ന്, എന്താ ചിലപ്പോൾ മുത്തച്ഛന്നായിരിക്കും. ദീദി എന്ന് വിളിച്ചുകൊണ്ട് കുട്ടി കരയുകയാണ്. കുട്ടിയുടെ നടുവിനാണ് കടിച്ചു പിടിച്ചിരിക്കുന്നത്. കാലിട്ടിങ്ങനെ അടിക്കുന്നു, തലയിട്ടിങ്ങനെ വല്ലാതെ വലയുന്നു. ആ കടുവ ആ കുട്ടിയെയും കൊണ്ട് വനത്തിലേക്ക് കയറിപ്പോയി. പിന്നീട് മൃഗശാല സൂക്ഷിപ്പുകാർ വന്നപ്പോൾ ആ കുട്ടിയുടെ തലകൊട്ടിയും തലമുടിയും എല്ലുകളും മാത്രം കിട്ടി. ഇത് നടന്ന സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈ അനേകരെ പിശാച് ഇതുപോലെ കെണിയിലാക്കി കൂട്ടിക്കൊണ്ട് പോകുന്നു, പിടിച്ചുകൊണ്ട് പോകുന്നു, അനേകരെ കെണിയിലാക്കി നശിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് പലർക്കും ഇതൊന്നും പിശാചുക്കളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത്ര വിശ്വാസമൊന്നും ഇല്ലായിരിക്കും. വ്യക്തമായിട്ടുമുണ്ട്. നമ്മുടെ അരികത്ത് നമ്മളെ വീഴിക്കാൻ, നമ്മളെ നശിപ്പിക്കാൻ, നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാൻ ദുരാത്മാക്കളുണ്ട്, ഭീകര പിശാചുക്കളുണ്ട്. ഈ ദുരാത്മാക്കൾ നമ്മെ പിടികൂടിക്കൊണ്ട് പോകാതിരിക്കണമെങ്കിൽ നാം കരുതലുള്ളവരായിരിക്കണം, അശ്രദ്ധരായിരിക്കാൻ പാടില്ല. അശ്രദ്ധ വന്നു പോയാൽ എവിടെയെങ്കിലും പിശാച് കയറി വരും. ഒരു ചെറിയ പഴുത് കിട്ടിയാൽ മതി, അവൻ കയറി വരും. ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഒരു മുഷിച്ചിൽ, അല്ലെങ്കിൽ ഭാര്യയോടൊരു ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ ഭർത്താവിനോടൊരു പരിഭവം, എന്തെങ്കിലുമൊക്കെ മതി, ചെറിയ അഭിപ്രായ വ്യത്യാസം. പക്ഷേ ആ ചെറിയ പഴുതിൽ കൂടി പിശാചകത്ത് കിടക്കും. അല്ലെങ്കിൽ പ്രായപൂർത്തിയായി വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ജീവിതത്തിൽ ചില പ്രേമ ബന്ധങ്ങൾ, അല്ലെങ്കിൽ പ്രണയ സൗകുമാര്യങ്ങൾ, ഇൻഫാച്വേഷൻസ് എന്നൊക്കെ പറയും, അതെല്ലാം വന്നു കൂടുമ്പോൾ പിശാച് വലിച്ചുകൊണ്ട് പോകുകയാണെന്ന് അവരറിയുന്നില്ല. ഇന്ന് കോളേജുകളിലും സ്കൂളുകളിലും മറ്റും പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, പലപ്പോഴും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് ഇവർ കോളേജിൽ വരുന്നത് ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്താനാണോ ബോയ് ഫ്രണ്ടിനെ കണ്ടെത്താനാണോ എന്ന്. അത്രമാത്രം. ഞാൻ കോളേജിലായിരുന്ന കാലത്ത് അന്തസ്ത് ചെയ്യാൻ പറയുന്നു, ഇപ്പോഴതിനേക്കാൾ എത്രയോ ഭയാനകമായി. അന്ന് പോലും
വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പോലും ആൺകുട്ടികളും പെൺകുട്ടികളും വരുന്നവർക്ക് പ്രേമിക്കാനാണ് എന്ന് പറഞ്ഞാൽ പിശാച് വലിച്ചുകൊണ്ട് പോവുകയാണ്. അവരെ തടുത്താൽ നിൽക്കുകയില്ല, കാരണം സാത്താൻ്റെ പിടിയിലായി കഴിഞ്ഞു. അപ്പനും അമ്മയും കരഞ്ഞ് പറയും, എൻ്റെ മോളെ നീ അങ്ങനെ പോവല്ലേ, മോനെ നീ അങ്ങ് വേണ്ടാതനത്തിന് പോവല്ലേ പറയും. പക്ഷേ അത് ചെവിക്കൊള്ളാൻ സാധിക്കുകയില്ല, കാരണം പിശാച് അവരുടെ ഹൃദയത്തിൽ, അവരുടെ ബുദ്ധിമണ്ഡലത്തിൽ പിശാച് കൈയടക്കി കഴിഞ്ഞു. സാത്താൻ അവർ മൂടിക്കഴിഞ്ഞു. ഇനി എന്താ രക്ഷ? പോഴി എന്നേ ഉള്ളൂ. ആ വ്യക്തി എൻ്റെ കർത്താവേ, പിശാചിനെ വലിച്ചുകൊണ്ട് പോകുന്നല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് യേശുവിനെ നോക്കി വിളിച്ചാൽ അപ്പോൾ കർത്താവ് വന്ന് ആ ദുരാത്മാക്കളെ മാറ്റിത്തരും. അല്ലാതെ സാധാരണഗതിയിൽ അപ്പനമ്മ വിചാരിച്ചാലൊന്നും മാറുകയില്ല. അനേകർ ഇങ്ങനെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നരകത്തിൽ, ഭൂമിയിൽ വെച്ച് തന്നെ നരകം തുടങ്ങുന്നു. ഭൂമിയിൽ വെച്ച് തന്നെ. ഞാൻ എവിടെയാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. ഒരു അനുഭവം, ഒരിക്കലൊരു പെൺകുട്ടി എന്നെ കാണാൻ വന്നു. അവൾ അന്വേഷിച്ച് പിടിച്ച എൻ്റെ ടി വിയിൽ പ്രസംഗം കേട്ടുകൊണ്ടാണ് വന്നത്. വന്ന് അവൾ പറഞ്ഞു, സാറേ എനിക്കൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്ത് പറ്റി? സാറേ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാമല്ലോ, നല്ലത്, ഏത് വിഷയത്തിൽ നിന്നൊക്കെ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. സാറേ ഞാനൊരു ചെറുപ്പക്കാരനായിട്ട് പരിചയപ്പെട്ടു. അവൻ പറഞ്ഞത് അവൻ MG യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുകയാണെന്നാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ ഡോക്ടറേറ്റ് കിട്ടാൻ പോകുന്ന ആളാണല്ലോ എന്നൊക്കെ ഓർത്തു. അവനോട് വലിയ സ്നേഹം ഭാവിച്ചു. അവൻ പറഞ്ഞു, അവന് ചേർത്തലയിൽ നല്ലൊരു വലിയ വീടുണ്ട്, വലിയ ബംഗ്ലാവാണ്, അപ്പനും അമ്മയും വലിയ ഉദ്യോഗസ്ഥരാണെന്നൊക്കെ പറഞ്ഞു. ഏതായാലും സാറേ ഞാൻ അതൊക്കെ കേട്ടങ്ങ് വിശ്വസിച്ച് പോയി. അപ്പനും അമ്മയും തടുത്തിട്ട് നിൽക്കാതെ ഞാൻ രജിസ്റ്റേർഡ് മാരേജിന് പോയി. സാറേ ഇപ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല. എന്തു പറ്റി? സാറേ ഞാൻ അവരുടെ വീട്ടിൽ പോയി, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെയ്തു. അപ്പോൾ ഈ ബംഗ്ലാവ് ഒന്നും അല്ല, ഒരു കൊച്ചു കുടില. അവൻ എന്നോട് നുണ പറഞ്ഞതായിരുന്നു. സാറേ അതിനേക്കാൾ സങ്കടം, അവൻ PhDക്ക് MG യൂണിവേഴ്സിറ്റിയിലെ PhDക്ക് റിസർച്ച് ചെയ്യണമെന്ന് പറഞ്ഞെങ്കിലും അവൻ 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. അതൊരു വഞ്ചനയായിരുന്നു. സാറേ ഞാൻ കുടുങ്ങിപ്പോയാലും ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ജീവിതം നരകമായി കഴിഞ്ഞു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നരകമായി കഴിഞ്ഞു. ഇതുപോലെ കെണിയിൽ വീഴുന്ന അനേകം ആളുകളുണ്ട്. കെണി, പിശാച് വയ്ക്കുന്ന കെണിയാണ്. ആ ചെറുപ്പക്കാരനിൽ കൂടി പിശാച് ഒരു കെണി വെച്ചു. പാവം പെൺകുട്ടി അതിൽ കുടുങ്ങിപ്പോയി. ഇതുപോലുള്ളതായ കെണികൾ, ചതിക്കുഴികൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്ക് ഉള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ അസ്വതന്ത്രരാക്കി, നമ്മുടെ അടിമത്തത്തിലാക്കി നമ്മെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇത് നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും അടിമത്തത്തിൽ കുടുങ്ങി പോകരുത്. അടിമത്തത്തിൽ കുടുങ്ങി പോകാനിട വരരുത്. നമ്മുടെ ജീവിതം സ്വതന്ത്രമായി മുമ്പോട്ട് പോകണം. എങ്ങനെ പോകും? യേശുക്രിസ്തു നോക്കിക്കൊണ്ട് പോയാൽ അപകടം വരികയില്ല. യേശുക്രിസ്തു ആശ്രയിച്ചു പോയാൽ തെറ്റ് വരികയില്ല. ഞാൻ ആശിക്കുന്നു ബാല്യം മുതൽ ഒരു കറപറ്റാത്തൊരു ജീവിതം നയിക്കാൻ പറ്റിയാൽ മഹാഭാഗ്യമാണെന്ന്. സ്തോത്രം. പ്രകടമായ കറയൊന്നും പറ്റാതെ. ഞാൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്ക് ഓർക്കുകയാണ്, അനാഘ്രാത കുസുമം എന്ന് വെച്ചാൽ എന്താണ്? അനാഘ്രാത കുസുമം. ഞാൻ ആ വാക്ക് പറഞ്ഞു. പിന്നെ ആരോ എന്നോട് പറഞ്ഞു, സാർ ആ വാക്ക് പറഞ്ഞത് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. ആരും മണക്കാത്ത പൂവായിരിക്കണം. ഓരോരുത്തരും ബാല്യം മുതൽ അങ്ങനെ ആരും മണക്കാത്ത പൂവായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അന്യൻ തൊടാത്ത ജീവിതമായിരിക്കണം. ആരും മണക്കാത്ത പൂവായിരിക്കണം. ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സാറാ പറഞ്ഞ വാക്ക് ഞാൻ അത് വിശ്വസിച്ചു. എന്നിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ വിവാഹം നടക്കുമ്പോൾ വിവാഹം ആലോചിക്കുമ്പോൾ അനാഘ്രാത കുസുമം പോലെ ആരും തൊടാത്ത ഒരു പെൺകുട്ടി എനിക്ക് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, നല്ലത് മോനെ, നല്ലത്, നീ അങ്ങനെ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. മക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ അനാഘ്രാത കുസുമങ്ങളായിരിക്കണം. നിങ്ങളുടെ സ്വാതന്ത്ര്യം അടിയറവച്ച് പോകരുത്. സ്വാതന്ത്ര്യം വേറെ കൊടുത്തു പോകരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരരുത് എന്നുള്ളത് നിങ്ങളുടെ നിർബന്ധമാണ്. നിങ്ങളെ നിർബന്ധിക്കേണ്ടത്. തെറ്റായ വഴിക്ക് പോവില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ വരേണ്ട നിർബന്ധമാണ്. പോയി കഴിഞ്ഞാൽ പിന്നീടാണ് വരുന്നത് അപകടങ്ങൾ നന്നായി വരുന്നത്. കാരണം നമുക്ക് തടുക്കാൻ വയ്യ. അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ ഏതെങ്കിലും ആക്സിഡൻറ്റ് വരുന്ന കാര്യമല്ലേ പറഞ്ഞത്. ഭൂമിയിലോ സ്വസ്ഥത കിട്ടില്ലല്ലോ. ഇങ്ങനെയുള്ള കെടുതികളിൽപ്പെട്ടവർക്ക് സ്വസ്ഥത കിട്ടുമോ? എപ്പോഴും പുഴു കുത്തുന്നത് പോലെ, പുഴു കടിക്കുന്നത് പോലെ ഉള്ളിൽ കടിച്ചുകൊണ്ടിരിക്കും. മനസ്സാക്ഷിയിൽ കുത്തിക്കൊണ്ടിരിക്കും, അയ്യോ വേണ്ടായിരുന്നു, അയ്യോ വേണ്ടായിരുന്നു.
മരിക്കുന്നതുവരെയും പുഴുകടിക്കുന്നത് പോലും കഴിച്ചുകൊണ്ടിരിക്കും. വേണ്ടായിരുന്നു, അയ്യോ എനിക്ക് എന്താ ഒച്ച പറ്റിപ്പോയി, വേണ്ടായിരുന്നു, അവിടെ പോകണ്ടായിരുന്നു, അവിടെ പോയി നിൽക്കണ്ടായിരുന്നു, ആ വിരുന്നിന് പോകണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വീട്ടിൽ പോകണ്ടായിരുന്നു, അയ്യോ ഞാൻ ആരുമില്ലാതെ എൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുമ്പോൾ അന്യം വന്നത് ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, സൂക്ഷിക്കേണ്ടതായിരുന്നു, വാതിൽ തുറന്നു കൊടുക്കേണ്ടായിരുന്നു. നോക്കൂ, ഇങ്ങനെ പലതിൽ നിന്ന് സങ്കടത്തോടെ ഓർക്കാൻ പറ്റും. പലതും നിങ്ങൾക്ക് ഓർമ്മയിൽ ഓരോന്നോർത്ത് അനുഭവിക്കാൻ പറ്റും, വേദനിക്കാൻ പറ്റും. സൂക്ഷിക്കുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ശരീരത്തെ സൂക്ഷിക്കണം. ഈ ശരീരം വിശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അടിമത്തത്തിൽ വിട്ടുകൊടുക്കാൻ പാടില്ല, അടിമയായി പോകാൻ പാടില്ല. ഈ ശരീരം എൻ്റെ യേശുവിൻ്റെ ആലയമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യവും 6-ാം അധ്യായം 19-ാം വാക്യവും വായിച്ചാൽ കാണാം ഈ ശരീരം എങ്ങനെയാണെന്ന്. 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ പള്ളി എന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പള്ളിയിൽ വസിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളാണ് ദൈവത്തിൻ്റെ പള്ളി, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാലയമാണ് ഈ ശരീരം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും. ഇത് പരിപാലനമായി സൂക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്, നാം ഓരോരുത്തരുടെയും കടമയാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് അറിയുന്നില്ലയോ? ആത്മാവ് വസിക്കേണ്ടതാണ്. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കുടിയിരിപ്പിൻ്റെ ഭവനങ്ങളാക്കി ഞങ്ങളെ ചമയ്ക്കണമെന്ന് നാം പ്രാർത്ഥിക്കും സുഹൃത്ത നമസ്കാരത്തിൽ. ശുദ്ധമുള്ള റൂഹായിട്ട് ശുദ്ധമുള്ള കുടിയിരിപ്പ് ഭവനമായി തീരേണ്ടതാണ്. ഈ ശരീരത്തിൽ അശുദ്ധി പറ്റാൻ പാടില്ല. ഈ നാവ് ക്രിസ്തുവിനെ വർണ്ണിക്കാനും ക്രിസ്തുവിനെ സ്തുതിക്കാനുള്ളതാണ്, ക്രിസ്തുവിനെ സാക്ഷിക്കാനുള്ളതാണ്. ഈ നാവിൽ ഈ വായിൽ മദ്യം പകരരുത്, ഒഴിക്കരുത്, അടിമത്തിൽപ്പെട്ടു പോകരുത്. മദ്യം. എത്രയോ കുടുംബങ്ങളാണ് നശിക്കുന്നത്, എത്രയോ കുടുംബങ്ങൾ. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ, കേരള നാട്ടിൽ, മറ്റുള്ളവരെ എനിക്കറിയാൻ പാടില്ല, അനേകം എഴുത്തുകൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭാര്യമാർ കരയുകയാണ്. ഭർത്താവ് മദ്യപിക്കാതിരിക്കുമ്പോൾ നല്ല സ്വഭാവം, മദ്യപിച്ച് കഴിയുമ്പോഴേക്കും ഒരു രാക്ഷസനായി മാറുകയാണ്, ബോധം നശിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ഭാര്യയും കഠിനമായി ഉപദ്രവിക്കുന്നു. എന്തിന്? ഒരു കാര്യം ഉണ്ടായിട്ടല്ല. വന്നു അവസാനം വരുന്നത് സംശയരോഗം എന്ന് പറയുന്നൊരു ഭയങ്കരമായ ഭൂതബാധ വരുന്നു. ഭൂതബാധയാണത്, ഭൂതബാധ. ഭർത്താവിന് മദ്യപിച്ച് കഴിയുമ്പോഴേക്കും ഭാര്യ വേറെ ആരുടെയോ കൂടെയാണെന്നൊരു തോന്നൽ. പാവം, ആ സ്ത്രീ നിരപരാധിയാണ്, നിഷ്കളങ്കയാണ്. പക്ഷേ ഭർത്താവിൻ്റെ വിചാരം എവിടെ ഏതോ തെറ്റിലേക്ക് പോകുന്നുണ്ട്, ആരുടെയോ കൂടെ വേണ്ടാതനത്തിന് പോകുന്നുണ്ട് എന്നൊരു ചിന്ത. സംശയരോഗം, അതൊരു ഭൂതബാധയാണ്. ഭൂതബാധയാണെന്ന് പറഞ്ഞാൽ ഭർത്താവിന് മനസ്സിലാവുകയില്ല, അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല. എനിക്ക് രോഗമൊന്നുമില്ലെന്ന് പറയും. കഴിഞ്ഞ അവസരത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം ചെയ്യുക, രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങളൊരു ഡോക്ടറെ പോയി കാണുക. ഡോക്ടറെ കണ്ടു, ഒരു കുഴപ്പമില്ല, ഒരു ചെറിയ ഗുളിക മാത്രം മതി, വെറുതെ ജീവൻ നശിപ്പിക്കുന്നതിനാ. ഇല്ല സാറേ, എനിക്ക് രോഗമൊന്നുമില്ല. അയാൾ പറയുകയാണ്, എനിക്ക് രോഗമൊന്നുമില്ല, ഇവളുടെ ധാരണയാണ് എനിക്ക് രോഗമുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം എൻ്റെ മുമ്പിൽ ഭാര്യയും ഭർത്താവും വന്നിരുന്നു. സെക്കൻഡ് സാറ്റർഡേയാണ്. ഞാൻ എത്ര പറഞ്ഞിട്ടും ആ സ്ത്രീക്ക് മനസ്സിലാകുന്നില്ല. ആ സ്ത്രീ പറയാണ്, സാറേ ഇദ്ദേഹം പറയുന്നതല്ല, എനിക്ക് രോഗമൊന്നുമില്ല, എനിക്ക് നല്ല സുബോധമാണ്, നേരിട്ട് ഞാൻ കണ്ടതാണ്, എനിക്കറിയാം. ഞാൻ പലതും പറഞ്ഞു നോക്കി, പലതരത്തിൽ കാര്യം പറഞ്ഞു നോക്കി, പക്ഷേ ആ സ്ത്രീക്ക് അത് മനസ്സിലാകുന്നില്ല. അവൾ എൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഭർത്താവിനോട് വാദിക്കുകയാണ്. ആ മനുഷ്യൻ പാവം, നിരപരാധിയായ മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, അദ്ദേഹം വേറെ ഏതോ സ്ത്രീയുടെ കൂടെയാണെന്ന് അവൾക്കൊരു തോന്നൽ. അതൊരു പൈശാചിക ബാധയാണ്, ഭൂതബാധയാണ്. ഇങ്ങനെയുള്ള സംശയരോഗം, ഇതെല്ലാം അടിമത്വമാണ്, പിശാചിൻ്റെ അടിമത്വം. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പിശാചിൻ്റെ അടിമത്വമുണ്ട്, പൈശാചിക അടിമത്വം, സാത്താൻ്റെ അടിമത്വം. നിങ്ങൾ ഏത് കാര്യത്തിലാണ് സാത്താൻ്റെ അടിമയായിരിക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഏത് കാര്യത്തിലാണ് സാത്താൻ്റെ അടിമയായിരിക്കുന്നത്? ഏതെല്ലാം വേണ്ടാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്? പിശാച് നിങ്ങളെ അനേകരെയും കൂച്ചുകെട്ടിയിരിക്കുകയാണ്, കൂച്ചുകെട്ടി നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. ആരും അറിയുന്നില്ല. ഭീകരമായ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോവുകയാണ്, ചാകാത്ത മുഴുവൻ കടാത്ത തീയുമുള്ള നരകത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നരകത്തിലേക്ക് നിങ്ങളാരും പോകരുത്. ഈ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഇത് മാത്രമേ ഉദ്ദേശമുള്ളൂ. ഒരു സഭയെക്കുറിച്ചും പറയുന്നില്ല, ഞങ്ങൾക്കതൊരു വിഷയമല്ല. ഏതെങ്കിലും സഭയുടെ വക്താക്കളല്ല ഞങ്ങൾ, ഒരു കക്ഷിയുടെ ആളുകളുമല്ല. ഒരു സമുദായത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ആരെക്കുറിച്ച് ഒരു കുറ്റവും ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് അവനവനെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ പിശാചിൻ്റെ അടിമത്തത്തിൽ മോചനം പ്രാപിക്കണം. കറതീർന്ന ജീവിതം നയിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. ചെളി പുരളാത്ത ജീവിതം നയിക്കാൻ തീരുമാനിക്കണം. 1 രൂപ നിങ്ങളുടെ കയ്യിൽ വരുന്നതിന് ദൈവം പ്രസാദിക്കണം.
ഒരു രൂപ നിങ്ങൾ ചെലവഴിക്കുന്നതിന് ദൈവം പ്രസാദിക്കണം. ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്ന പോലെ വരവ്, ദൈവം പ്രസാദിക്കുന്ന പോലെ ചിലവ്, എല്ലാ കാര്യങ്ങളിലും എല്ലാം എന്തൊരു സ്വർഗീയ സന്തോഷമായിരിക്കും അവിടെ. അങ്ങനെയുള്ള കുടുംബത്തിൽ എന്തൊരു സ്വർഗീയ സൗഭാഗ്യമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലായിടത്തും അത് ഞാൻ പറഞ്ഞാൽ എല്ലായിടത്തും പ്രസക്തമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ അവിടെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും 2 പേർക്ക് ശമ്പളം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ അതൊന്നും വെവ്വേറെ വെച്ചിട്ടൊന്നുമില്ല. സ്വന്തമായിട്ട് ആരും സൂക്ഷിച്ചിട്ടില്ല. അവിടെ മേശയ്ക്കകത്ത് വെച്ചിരിക്കും. അത് ആവശ്യം പോലെ കാര്യങ്ങൾക്ക് ആലീസ് എടുക്കും, അല്ലെങ്കിൽ ഞാനെടുക്കും. ഒരു തടസ്സവുമില്ല. ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അവിടെ ദൈവം കൃപ ചെയ്ത് ഈ ദിവസം വരെയും പൂർണ്ണ ഐക്യം, പൂർണ്ണ സ്നേഹം, പൂർണ്ണമായ ഒരു മനസ്സ് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നു. അതുകൊണ്ട് ഞാൻ ധൈര്യമായി ദൈവത്തിന് വേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവ് നിലനിർത്തി തരട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥനയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലെന്നില്ല. രോഗമൊക്കെ ഉണ്ട്, പ്രയാസങ്ങളുണ്ട്, ചികിത്സകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ ആന്തരികമായൊരു സ്വസ്ഥത, ആന്തരികമായൊരു സ്വാതന്ത്ര്യം, അകത്തൊരു സ്വതന്ത്രത, അകത്തൊരു സമാധാനം. ഉള്ളിൽ ആരോടും ഈർഷ്യയില്ല, ആരോടും വിദ്വേഷമില്ല, ആരും ശത്രുക്കളില്ല, ആരോടും ഒരു അകൽച്ചയുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇവിടെ ഞാൻ ഓർത്തഡോക്സ് പള്ളിയിലെ അംഗമാണ്. പണ്ട് കാരണന്മാരുടെ കാലം മുതൽ അങ്ങനെയാണ്. എന്നാൽ കൂട്ടായിലൊരു ചിലർ അവിടെ യാക്കോബ പാത്രീസ് ഭാഗത്തെ അംഗങ്ങളാണ്. പാത്രീസ് ഭാഗത്തെ പള്ളിയിൽ നിന്നും ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ യാക്കോബ ഭാഗത്തെ പള്ളി വന്നപ്പോൾ എന്നോട് ചോദിച്ചു. ഞാൻ സമ്മാനം കൊടുത്തു. എനിക്ക് എൻ്റെ കഴിവിനനുസരിച്ച് കൊടുത്തു. ഒരു 1,00,000 രൂപ ഞാൻ യാക്കോബ പള്ളിക്ക് കൊടുത്തു. ഇങ്ങനെ ഓർത്തഡോക്സുകാരനാണ്, അതുകൊണ്ട് കൊടുക്കില്ലെന്ന് എനിക്ക് ചിന്തയില്ല. അവിടെ ക്രിസ്ത്യൻസ്കാരുകൾ വഴി എൻ്റെ വീട്ടിലും വരും. യാക്കോബ പള്ളിയിൽ നിന്നുള്ളവർ വരും, ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നവരും വരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയാൻ കാരണം ആരോടും വൈരുദ്ധ്യമില്ല, ആരോടും വഴക്കില്ല. കാരണം ഇപ്പോഴത്തെ ഈ ജീവിതമുണ്ടല്ലോ, ഇതങ്ങ് തീരും. ഇന്ന് നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടൊക്കെ മാറും. ഒരു ദിവസം നാം നിസ്സഹായരായി കിടക്കും. കൈ ചലിക്കാതെ, കണ്ണ് മങ്ങി, കാഴ്ച മങ്ങി, നാവ് വേണ്ടതുപോലെ ശബ്ദിക്കാൻ പറ്റാതെ, കൈകാലുകൾ കുഴഞ്ഞ് കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഒരു സമയം വരും. അന്ന് ആരുണ്ട് സഹായിക്കാൻ? അന്ന് സഹായിക്കാൻ യേശു ഉണ്ടെങ്കിൽ ഭാഗ്യം. യേശു ക്രിസ്തുവിനോട് കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഭാഗ്യം. അത് മാത്രമാണ് ഭാഗ്യം. എല്ലാം മാറി മറയും. ഭാര്യ മാറും, ഭർത്താവ് മാറും, മക്കൾ മാറും, മാതാപിതാക്കൾ മാറും, സഹോദരങ്ങൾ മാറും, കൂട്ടായ്മയിലുള്ള ദൈവമക്കൾ മാറും. എല്ലാവരും, ആർക്കും അതിലപ്പുറം ചെയ്യാൻ സാധിക്കുകയില്ല. മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ സഹായത്തിന് ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. സാധിക്കും, യേശു ക്രിസ്തുവിന് സാധിക്കും. ആ സമയത്തും യേശു കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ നമുക്ക് സുബോധമുള്ള കാലത്ത് യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കണം. യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കണം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. യേശു ക്രിസ്തുവാണ് സ്വാതന്ത്ര്യം തരുന്നത്. ക്രിസ്തു തരുന്ന സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ചിന്തകൾക്ക് എല്ലാം ഒരു സ്വാതന്ത്ര്യം കർത്താവ് തരും. ആടിപ്പാടി മുന്നോട്ട് പോകാം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടി വരികയില്ല, മനസ്സ് ഭാരപ്പെടേണ്ടി വരികയില്ല. ചിലപ്പോൾ ചില അവസരങ്ങളിൽ രോഗമുണ്ടായിരിക്കും. എനിക്ക് രോഗമൊക്കെ ഉണ്ടായിരുന്നല്ലോ, രോഗമുണ്ടായിരിക്കും. പക്ഷേ ആ രോഗമുള്ളപ്പോൾ പോലും നമ്മൾ ചേർന്ന് ക്രിസ്തു നിൽക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ രോഗക്കിടക്കയിൽ കർത്താവ് വന്നിരുന്ന് കർത്താവ് തലോടുന്നത് അനുഭവിക്കാൻ സാധിക്കും. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ക്രിസ്തു മാത്രമാണ് രക്ഷ, ക്രിസ്തു മാത്രമാണ് സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ സ്വതന്ത്രരാകണം. ഏതെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്നത്, എന്തിലെല്ലാമാണ് പിശാച് കെട്ടിയിട്ടിരിക്കുന്നത്, സാത്താൻ്റെ ബന്ധനങ്ങൾ ഏതെല്ലാമാണ് നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ടുപിടിക്കണം. ഏതെല്ലാം കാര്യങ്ങൾ പിശാചിന് അവകാശമുണ്ട്, ഏതെല്ലാം ചങ്ങല കൊണ്ടാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത്, എന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഏതെല്ലാമാണ്. ദൈവത്തിന് സ്തോത്രം. നിസ്സാര കാര്യങ്ങൾക്ക് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. നിസ്സാര കാര്യം, വളരെ നിസ്സാര കാര്യം പെട്ടെന്ന് വാശി തരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ നല്ല വാശിയുള്ളൊരു മനുഷ്യനായിരുന്നു, നല്ല കോപമുള്ള മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ കാലത്തൊക്കെ ആരീസിനോടൊക്കെ ഞാൻ കോപിച്ചിട്ടുണ്ട്. എന്തിനാന്ന് ഞാൻ പിന്നെ ചിന്തിക്കും, എന്തിനാണ് ഞാൻ കോപിച്ചത്? കോപിക്കാൻ കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്ത് അബദ്ധമാണ് ഈ കാണിച്ചത്. ഞാൻ കോപിച്ചു, ചെയ്തിട്ടൊന്നും ദുരിതിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഈർഷ്യ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ ആഴത്തിൽ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് തോന്നപ്പോൾ ഓരോന്നും കർത്താവ് എനിക്ക് ഓർമ്മ തന്നു. ഓരോന്നും
ഞാൻ കർത്താവിൻ്റെ പാതകത്തിലിരുന്ന് കരഞ്ഞു. കർത്താവേ, ഞാൻ ഒരു സാധു മനുഷ്യൻ, എനിക്ക് പൂർണ്ണമായൊരു മോചനം കിട്ടിയിട്ടില്ല. എൻ്റെ ദേഷ്യം മാറ്റി തരണം, എൻ്റെ വാശി മാറ്റി തരണം. കർത്താവേ, എൻ്റെ ദുർവാശി മൂലം മറ്റുള്ളവർക്ക് ദുഃഖം വരാൻ ഇടയാകരുത്. എൻ്റെ കരുണയുള്ള കർത്താവേ, എന്നെ നീ പുതുക്കി പണിയണം. ഈ നിൻ്റെ മന്ദിരം നീ പുതുക്കി പണിയണം, നിൻ്റെ ആലയം നീ പുതുക്കി പണിയണം. നീ വസിക്കുന്ന ഈ ആലയം ഒരു പുതിയ ആലയമാക്കി തരണം, പുതിയ പള്ളിയാക്കി തരണം. എന്നെ നീ പുതുക്കി പണിയണം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് പ്രാർത്ഥിക്കാമോ? ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവെ, എന്നെ ഒന്ന് പുതുക്കി പണിയണമെന്ന്, ഒരു പുതുക്കി പണിത ഒരു പുതിയ കെട്ടിടമായി തീരണമെന്ന്, ഒരു പുതിയ പള്ളിയായി തീരണമെന്ന്, സ്നേഹം മാത്രമുള്ളൊരു പള്ളിയായി തീരണമെന്ന്, സ്നേഹത്തിൻ്റെ നാഥനായ കർത്താവായ യേശുക്രിസ്തു വസിക്കുന്ന ഒരു പള്ളിയായി തീരണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? ദൈവത്തോട് പറയാമോ? കർത്താവെ, ഒരു കറയുമില്ലാത്ത ഒരു വ്യക്തി, ഒരശുദ്ധിയും തീണ്ടാത്തൊരു വ്യക്തി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അശുദ്ധിയുടെ കണിക പോലും വേശാത്തൊരു വ്യക്തി, ഒന്നും പിശാചിന് പറയാൻ വകയില്ലാത്ത വിധത്തിൽ കർത്താവ് ഒരു പഴുതും പിശാചിന് കൊടുക്കാത്ത ഒരു വ്യക്തി. കർത്താവ്, എനിക്കങ്ങനെ പൂർണ്ണ സ്വതന്ത്രനായി ജീവിക്കണം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആരാണ് ഈ പുത്രൻ? നിത്യനായ ദൈവത്തിൻ്റെ ഏകജാതനായ തിരുക്കുമാരൻ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു സ്വാതന്ത്ര്യമില്ലാത്തതിനെ പോലെ കുരിശിൽ കിടന്നു, കെട്ടപ്പെട്ട് കിടന്നു. എന്തുകൊണ്ട് കെട്ടി? ആണികൊണ്ട്. യേശുക്രിസ്തുവിനെ ആണികൊണ്ട് കുരിശിനോട് ചേർത്ത് ബന്ധിച്ചു. ആണികളാൽ ബന്ധിതനായി കുരിശിന്മേൽ കിടന്നു. എന്തിനാണത് കിടന്നത്? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ? യേശുക്രിസ്തു ക്രൂശിൽ കിടന്നത്, ആണികളാൽ ബന്ധിതനായി കുരിശിന്മേൽ കിടന്നത്. കൈ അനക്കാൻ പാടില്ല, കാലനക്കാൻ പാടില്ല, ശരീരം അനക്കാൻ പാടില്ല, ശരീരമാസകൾ വേദനിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കിടന്ന് എന്തിന്? എൻ്റെ ബന്ധനം അഴിക്കാൻ. പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെ ഈ അഴിപ്പാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. എൻ്റെ ബന്ധനം അഴിക്കാൻ. വിശ്വസിക്കൂ നിങ്ങൾ, യേശുക്രിസ്തു ഇന്ന് നിങ്ങൾ ദാഹിക്കുമെങ്കിൽ നിങ്ങളുടെ ബന്ധനം അഴിച്ചു തരും. നിങ്ങളുടെ കെട്ടുകൾ പൊട്ടിച്ചു തരും, ദുശ്ശീലങ്ങൾ മാറ്റിത്തരും, മദ്യപാനം മാറ്റിത്തരും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഈർഷ്യയും കോപവും മാറ്റിത്തരും. ആരോടും വൈരാഗ്യമില്ലാത്തൊരു ഭാവം നിങ്ങൾക്ക് തരും, ആരോടും പിണക്കമില്ലാത്ത ഹൃദയം നിങ്ങൾക്ക് തരും, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്ക് തരും, മറ്റുള്ളവരുടെ തെറ്റുകൾ തെറ്റായി കാണാതെ ക്ഷമിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് തരും. നമ്മളോട് തെറ്റ് ചെയ്തവരോട് പോലും നമുക്ക് ക്ഷമിക്കാൻ തോന്നും. വേറെ ആരുടെയും സഹായം വേണ്ട, നാം തന്നെത്താൻ തീരുമാനിക്കുന്നു. കർത്താവേ, എനിക്ക് തെറ്റ് പറ്റാൻ നിൽക്കും, പിശാചിന് ഇടം കൊടുക്കുകയില്ല. കർത്താവേ, ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ഞാൻ നിൽക്കും. യേശു തരുന്ന സ്വഭാവം പ്രാപിച്ചുകൊണ്ട് യേശുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കും. നിങ്ങൾ തീരുമാനിക്കാം. തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുമുമ്പാകെ വരുവാൻ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. തിരുവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അടിമത്തം എന്തെങ്കിലും കാണുവാൻ ഞങ്ങൾക്ക് കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം. നാശത്തിൻ്റെ അടിമകളാകാതെ, ദുശ്ശീലങ്ങളുടെ അടിമകളാകാതെ, ദുസ്വഭാവത്തിൻ്റെ അടിമകളാകാതെ, യേശുക്രിസ്തുവിൻ്റെതായ സ്വാതന്ത്ര്യം അനുഭവിച്ച് തിരുരക്താലുള്ള പാപമോചനം പ്രാപിച്ച് സമാധാനം ചെയ്യുന്ന ഇപ്പം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ആ കൂടെ ഞങ്ങളും പറന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അതിനായി ഞങ്ങളെ നീ വിശദീകരിക്കണമേ, ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. അമൃതധാര എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 മുതൽ 7 മണി വരെ നിങ്ങളുടെ സൂര്യ TV-യിൽ.